കടുവാ ദൗത്യത്തിനിടെ RRT അംഗത്തിന് പരുക്കേറ്റു എന്നുള്ളതാണ്. കടുവയാണ് ആക്രമിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വളരെ ഗൗരവത്തിലുള്ളൊരു വാർത്ത വരികയാണ്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അംഗത്തിന്റെ പരുക്ക് ഗുരുതരമാണോ? ആക്രമിച്ചത് കടുവയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണെന്നറിയില്ല, വിവരങ്ങൾ അറിയില്ല. ഹലോ, ഇക്കാര്യത്തിൽ വ്യക്തമായി വനംവകുപ്പിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു RRT അംഗത്തിന് ഈ ദൗത്യത്തിനിടെ പരിക്കേറ്റു എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്താണ് സാഹചര്യം, എന്താണ് സംഭവം, എന്താണ് കാര്യം എന്നതൊക്കെ വ്യക്തത വരണമെങ്കിൽ സ്വാഭാവിക അല്പസമയം എടുക്കും. റേഞ്ച് ഓഫീസർ ഇവിടെയുണ്ട്. കൂടുതൽ RRT സംഘത്തിന്റെ വാഹനങ്ങൾ ഇവിടേക്ക് സജ്ജീകരിക്കുന്നുണ്ട്, ക്രമീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. വനമേഖലയാണ്. വനമേഖലയോട് കേന്ദ്രീകരിച്ചുള്ള ആ സ്ഥലത്ത് ഇന്ന് പരിശോധന നടന്നിരുന്നു. അത് കടുവയെ സ്പോട്ട് ചെയ്തു എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം വ്യക്തമായിട്ടില്ല. ഒരു അപകടം പറ്റി എന്നുള്ളത് മാത്രമേ നിലവിൽ അറിവുള്ളൂ. അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. അവർ താഴേക്ക് വരുന്നുണ്ട്. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുക പ്ലീസ്. RRT സ്റ്റാഫിനാണ് പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ജയസൂര്യ എന്നാണ് അറിയുന്നത്. അത് കൃത്യമായിട്ട് അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ്. ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്ലീസ്. എന്തായാലും ഒരു RRT അംഗത്തിന് പരിക്കേറ്റുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാനന്തവാടി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാനന്തവാടി ആശുപത്രിയിലേക്കാണ് കൂടുതൽ RRT വാഹനങ്ങൾ ഇവിടേക്ക് അടുപ്പിക്കുന്നു. കൂടുതൽ വനം വകുപ്പിന്റെ വാഹനങ്ങൾ ഇവിടേക്ക് അടുപ്പിക്കുന്നു. പരിക്ക് അല്പം ഗൗരവമാണ് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നു. ജയസൂര്യ എന്നുള്ള പേരാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി ആ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ നാട്ടുകാർക്കും ഇതിനെ സംബന്ധിച്ച് കാര്യമായ അറിവില്ല. ഈ താഴെ നിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിവരമില്ല. റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യത വരും. ഈ പരിക്കേറ്റ RRT അംഗത്തെ നേരെ കൊണ്ടുപോകുന്നത് ഈ ഇവിടേക്കാണ്, അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ചില അസാധാരണത്വം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബേസ് ക്യാമ്പിനടുത്ത്, അതായത് ഈ സംഭവം ഉണ്ടായതിന് ഈ ബേസ് ക്യാമ്പിന് അടുത്ത് ഉടൻ വേഗത്തിൽ തന്നെ ഈ ഡോക്ടർ അരുൺ സക്കറിയയും അതോടൊപ്പം മറ്റുള്ളവരും വേഗത്തിൽ പാഞ്ഞെടുത്ത് എത്തുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരാൾക്ക് പരിക്കേറ്റുണ്ട്. അത് ജയസൂര്യ എന്നുള്ള പേരാണ് പറയുന്നത്. മാനന്തവാടിയിലെ RRT അംഗമാണ്. അദ്ദേഹത്തിനാണ് പരിക്ക് പറ്റിയത് എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അതിൽ കൃത്യത വരും. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യത വരും, വ്യക്തത വരും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റേഞ്ച് ഓഫീസർ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം മന്ത്രിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തോ ഒരു അസാധാരണമായ ഒരു അപകടം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള തരത്തിൽ ഒരു വിവരം വ്യക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കൃത്യത ഉള്ള വിവരം ഇല്ല എന്നുള്ളതാണ്. അവിടേക്ക് ആ മേഖലയിലേക്ക് ആളുകൾ പോയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇവിടെ ധാരാളം ആളുകളുണ്ട്. നമ്മോടൊപ്പം ഷാനവാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷാനവാസ് വണ്ടി ഒന്ന് അറിയുന്ന വിവരം വെച്ചാൽ ഇപ്പൊ അവിടെ ആർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അതല്ല ഇപ്പൊ ഇവരെ ലഭിച്ചത്. ഇപ്പൊ എന്താണ് ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? അതിനെ കടുവേനെ പിടിക്കാനായിട്ടുള്ള സെർച്ചിന്റെ ഇടയ്ക്കല്ലേ ഈ ആക്രമണം ഉണ്ടായത്. സംഭവിച്ചതാണ്. കടുവേനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ പെട്ടെന്ന് ചാടി വീണി ആക്രമിച്ചു. കടുവ തന്നെയാണ് ആക്രമിച്ചത്. കടുവ തന്നെ ആക്രമിച്ചു എന്നത് മന്ത്രി സ്ഥിരീകരിക്കുകയാണ്. കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ RRT സംഘത്തിന് പരുക്കേറ്റു. ഇപ്പോൾ മന്ത്രി അത് സ്ഥിരീകരിക്കുന്നു. നാട്ടുകാർ ആ തരത്തിലേക്ക് പറഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മന്ത്രി അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കും. മാനന്തവാടി RRT അംഗം ജയസൂര്യയ്ക്കാണ് പരുക്കേറ്റത്. അഭിജിത്ത് തുടരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തെ എപ്പോൾ ആശുപത്രിയിൽ എത്തിക്കും? എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമിച്ചത് RRT സംഘത്തെ ആക്രമിച്ചത് കടുവയാണ് എന്നുള്ള കാര്യം മന്ത്രി സ്ഥിരീകരിക്കുന്നു. മന്ത്രി 24 നൽകിയ പ്രതികരണത്തിൽ അക്കാര്യം പറയുന്നു. ഇത് ആക്രമിച്ചത്, ഈ ആക്രമണം നടത്തിയത്, ഈ RRT സംഘത്തിന് പരിക്കേറ്റത് കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് മന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണത്. രാവിലെ തന്നെ നിരവധി സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ വനത്തിലേക്ക് RRT സംഘം പരിശോധനയ്ക്കായി കടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഈ ഒരു RRT സംഘത്തിന് നേരെ ഉണ്ടാകുന്നത്. അത് ഒരു
വന്യജീവിയുടെ ആക്രമണം എന്ന രീതിയിലാണ് നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ അത് കടുവയുടെ ആക്രമണം എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ 24 സംസാരിക്കുമ്പോൾ മന്ത്രി വ്യക്തമാക്കുകയാണ്, മന്ത്രി OR കേളു അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ആക്രമണം ഉണ്ടായത് കടുവയിൽ നിന്നു തന്നെയാണ്. ഏതായാലും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കടുവയെ കണ്ടെത്തി എന്നുള്ളത്, കടുവയെ ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അദ്ദേഹത്തെ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പരിക്കുപറ്റിയ ഈ ജയസൂര്യ എന്ന അദ്ദേഹത്തെ ഈ RRT സംഘത്തിലെ ആളെ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും അനുജ, പ്രധാനപ്പെട്ട കാര്യം ഇത് ആക്രമണം നടത്തിയത്, ഒരു RRT സംഘത്തിന് പരിക്കുപറ്റിയത് കടുവയുടെ ആക്രമണത്തിൽ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്, കടുവയെ എന്തുകൊണ്ട് പിടികൂടിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആശങ്കകൾ ജനങ്ങൾ അറിയിച്ചതാണ്, നാട്ടുകാർ അറിയിച്ചതാണ്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള പ്രതിഷേധം, അവരുടെ അമർഷമൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിലാണ് ഇന്നലെ വൈകിട്ട് കടുവയെ ഈ ആക്രമണം, രാധ കൊല്ലപ്പെട്ട ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് സമീപത്ത് വെച്ച് തന്നെ പ്രദേശവാസികളിൽ ഒരാൾ കാണുന്നത്. പിന്നീട് കടുവയ്ക്കായി വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നു. ഇന്ന് രാവിലെ ഈ ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്. 8 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള 8 പേരടങ്ങുന്ന 8 സംഘങ്ങളും ഒപ്പം തന്നെ 20 പേരടങ്ങുന്ന RRT സംഘവും ചേർന്നുള്ള ഒരു തെരച്ചിലായിരുന്നു ഈ പ്രദേശങ്ങളിൽ, വിവിധ മേഖലകളിൽ, ഈ പഞ്ചാരക്കൊല്ലിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ RRT സംഘത്തിലെ ഒരംഗത്തിനു നേരെ ഇത്തരത്തിൽ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നത്. ഈ പരിശോധന തുടർന്നു വരുന്നതിനിടയിലാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനിടെയാണ് മാനന്തവാടി RRT സംഘത്തിലെ ജയസൂര്യയ്ക്ക് പരുക്കേറ്റത്. കടുവയുടെ ആക്രമണത്തിലാണ് പരുക്കേറ്റത് എന്ന് മന്ത്രി OR കേളു അല്പസമയം മുൻപ് 24 സ്ഥിരീകരിച്ചു.